ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ തട്ടുകടയിൽ കിട്ടുന്ന പക്കവട ഉണ്ടല്ലോ, സെയിം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. ഞാനൊരു കപ്പ് ചോപ്പ് ചെയ്ത വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പിടി ചപ്പ്, ഒരു പിടി ഇല്ലെങ്കിൽ ഒരു അര പിടി ആയാലും മതി. ചപ്പും അതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വലിയ ജീരകമല്ലേ, പെരുജീരകം വലിയ ജീരകം എന്നൊക്കെ പറയണ ജീരകം 1 ടീസ്പൂണാണ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ, ബേക്കിംഗ് സോഡയാണ് അപ്പക്കാരം. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൊടികളാണ് ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. 1 കപ്പ് മൈദയാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അതേ പാത്രത്തിൻ്റെ 3/4 ഭാഗത്തോളം കടലമാവും 1/4 ഭാഗം അരിപ്പൊടിയാണ് പിന്നെ എടുക്കാനുള്ളത്. 1 കപ്പ് മൈദ ഇട്ട് കൊടുത്താൽ അതുപോലെ അതേ 1 കപ്പിൽ 3/4 ഭാഗം കടലപ്പൊടിയും 1/4 ഭാഗം അരിപ്പൊടിയും കൂടി, അതാണ് അതിൻ്റെ പാകട്ടോ. അതിൽ വ്യത്യാസം വരുമ്പോഴാണ് ശരിക്കും നമ്മൾ ഈ ഉണ്ടാക്കുന്ന പക്കവടൻ്റെ സ്ട്രക്ചർ മാറിപ്പോകല്. ഇത് നിങ്ങൾ പക്കവട ഉണ്ടാക്കുന്ന സമയത്ത് ഇതേ റേഷ്യോ വെച്ച് ചെയ്ത് നോക്കിയേണ്ടിട്ടാ. 1 കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ 3/4 കപ്പ് കടലമാവും 1/4 കപ്പ് അരിപ്പൊടിയും കൂടി എടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളം ലൂസായി പോകരുത്. എനിക്കിതിലേക്ക് ആവശ്യം വന്നിട്ടുള്ള 1 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് വെള്ളമായിരുന്നു ഞാൻ എടുത്തത്. അത് മുഴുവനായിട്ട് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിനുള്ള പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. എല്ലാ ഭാഗത്തും ഉപ്പും എരിവും ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചുണ്ടാക്കി കൊടുക്കുക. പിന്നെ നമ്മളിത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ മാവ് റെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഉള്ളിൽ സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു ക്ലീൻ റാപ്പ് എടുത്ത് ഈ ബൗളൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. മിനിമം അരമണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് അതിനുള്ള തട്ടുകടയിൽ കിട്ടുന്ന സെയിം പക്കവടായി വരണമെങ്കിൽ അതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊരു അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യട്ടെ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പക്കവട ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഈ തട്ടുകടയിലെ പക്കവടൻ്റെ ഷേപ്പിനും ഉണ്ടൊരു പ്രത്യേകത. അത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ചെറിയ ബോൾസ് ആക്കി ഇട്ട് കൊടുക്കാം. ഒരുപാട് വലുപ്പമൊന്നും വേണ്ട, ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിൽ എത്രത്തോളം കൊള്ളുന്നുണ്ടോ അത്രയും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ വീട്ടമ്മമാർ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ സ്പൂൺ കൊണ്ട് കോരിയിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമോ. അതിന് ഷേപ്പിനൊന്നും പ്രത്യേകത നമ്മൾ നോക്കലില്ല. പക്ഷേ ഈ തട്ടുകടയിൽ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പക്കവട ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക ഷേപ്പ് തന്നെ ഉണ്ടാവും കേട്ടോ. നല്ല ചെറിയ ബോൾസ് പോലെയാവും. അത് കാണാനും ഒരു രസമാണ്, കഴിക്കാനും തന്നെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഉള്ള പക്കവട ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റ് ഫ്രൈകളെ പോലെയല്ല, ഇതിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. മറിച്ചിടുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരേ സമയം തന്നെ ഒരുപാട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഈ അളവ് വെച്ച് തന്നെ ഒരുപാട് പക്കവട ഉണ്ടാക്കാനുള്ളതുണ്ട്. നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ സൈസൊന്ന് വ്യത്യാസം വരും. കുറച്ചൊന്ന് വലിയ ബോൾസായി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ചെറിയ ബോൾസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇളക്കി കൊടുത്ത് 2 ഭാഗം നല്ല ക്രിസ്പി ആവണ വരെ ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ലൈക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഹൈപ്പ് കൊടുക്കണമെന്നൊരു ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ ഒരു ഹൈപ്പും കൂടെ കൊടുക്കട്ടോ. അത് ചാനലിന് റീച്ച് കിട്ടാനും ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോകും വിചാരിച്ചിട്ടാണ് ഞാനിത് ഫ്രൈ റെഡി ആവണതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പക്കവടയൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം.
ഞാൻ കാണിച്ചിട്ടുള്ള ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ച് എനിക്ക് 2-3 തവണ ഫ്രൈ ചെയ്യാനുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയും കൂടെ ഫ്രൈ ചെയ്യണമെന്ന് കാണിച്ച് വീഡിയോ ലെങ്താക്കി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. ഇനി മൊത്തം പൊരിച്ചെടുത്തതിന് ശേഷമുള്ള ക്വാണ്ടിറ്റി കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ പക്കവടയും പൊരിച്ച് കോരി വെച്ചിട്ടുണ്ട്. ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് ആ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി തട്ടുകട സ്റ്റൈലിലുള്ള പക്കവട തന്നെയാണ്. അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.